Welcome to Mr. Unbox and Travel. This is Poco M4 Pro 4G. This smartphone in unboxing and first impression video we will video video like mobile unboxing gadget unboxing tech related news and tips channel videos useful channel subscribe bell icon smartphone in the This is Poco M4 Pro 4G global version box. We will box just open it. Our box is a transparent TPU case, a SIM ejector tool, a 33 watt charger adapter, Type A to Type C charging cable. This is our Poco M4 Pro. This is our box. Anyway, this phone is plastic. Just remove it. Phone നമുക്ക് ഓൺ ചെയ്യാം അതിനുശേഷം ഈ ഒരു ഫോണിന്റെ ഡിസൈനും മറ്റു കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മൂന്ന് കളേഴ്സിലാണ് Poco M4 Pro അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ള പവർ ബ്ലാക്ക്, കൂൾ ബ്ലൂ, Poco യെല്ലോ. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. അത് തന്നെ ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. വലിയൊരു ക്യാമറ മൊഡ്യൂൾ നമുക്ക് കാണാം. പോക്കോയുടെ എംബ്ലം അതുപോലെ തന്നെ വലിയ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. മൂന്ന് ക്യാമറയാണ് പിറകിൽ വരുന്നത്. Plastic material frame ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബോക്സി ഡിസൈൻ ആണ് ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 8.1 mm ആണ് ഇതിന്റെ ബോഡി തിക്നെസ് 180 gram ആണ് ഇതിന്റെ ബോഡി weight എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ് നമുക്ക് ഇവിടെ ഫിംഗർപ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടൺ അതുപോലെ തന്നെ വോളിയം ട്രാക്കേഴ്സ് കാണുക മുകൾ വശത്ത് നമുക്ക് ഒരു 3.5 mm ന്റെ ഹെഡ്ഫോൺ ജാക്ക് സ്പീക്കർ ഗ്രില്ല് IR ബ്ലാസ്റ്റർ എക്സ്റ്റേണൽ മൈക്ക് ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 3 കാർഡ് സ്ലോട്ട് ആണ് അതായത് നമുക്ക് രണ്ട് നാനോ സിം കാർഡും പ്ലസ് ഒരു മെമ്മറി കാർഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും താഴ്വശത്ത് ഒരു എക്സ്റ്റേണൽ മൈക്ക് ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് external speaker. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസൈൻ വൈസിൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുക. അപ്പോൾ ഓവറോൾ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു Poco M4 Pro 4G യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്താൽ Poco M സീരീസിലെ ആദ്യത്തെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു Poco M4 Pro 4G യിൽ വരുന്നത് 6.43 ആണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. Corning Gorilla Glass 3 ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. Full HD Plus ആണ് റെസൊല്യൂഷൻ 90 Hz ആണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ് 180 Hz ആണ് ഇതിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത് 409 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിന്റെ ഡെൻസിറ്റി. ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് 700 nits ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് ലെവൽ അത് 1000 nits വരെ മാക്സിമം അത് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിലൊക്കെ പോയാലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ റീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടും വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ തന്നെയാണ് ഈ ഒരു Poco M4 Proയുടെ 4G വേർഷനിൽ നമുക്ക് അതായത് AMOLED വേർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക. MediaTek Helio G96 പ്രോസസ്സറാണ് വരുന്നത് 12 നാനോമീറ്റർ ആണ് ഇതിന്റെ ചിപ്സ് സൈസ് ഒക്ടാ കോർ 2.05 GHz ആണ് ഇതിന്റെ ക്ലോക്ക് സ്പീഡ് ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിട്ടാണ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. GPUയുടെ കാര്യം എടുത്താൽ Mali G57 MC2 എന്ന് പറയുന്ന GPU ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്രാഫിക് പെർഫോമൻസും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. LiquidCool ടെക്നോളജി 1.0+ എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാനും സാധിക്കുന്നില്ല. 4 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത് 6GB റാമിൽ 64ഉം 6GB റാമിൽ 128ഉം 8GB റാമിൽ 128ഉം 8GB റാമിൽ 256GBയും ഇവിടെ ഖത്തറിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത് 8GB റാമിൽ 256GB എന്ന് പറയുന്ന മെമ്മറി വേരിയൻ്റ് ആണ്. LPDDR4X ആണ് റാം വരുന്നത് അതുപോലെ തന്നെ UFS വരുന്നത് 2.2 ആണ് വരുന്നത് അതുപോലെ മെമ്മറി കാർഡ് നമുക്ക് അപ് ടു 1TB വരെ മെമ്മറി യൂസ് ചെയ്യാനും സാധിക്കും. കണക്ടിവിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 4G ബാൻഡ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്ലൂടൂത്തിന്റെ 5 ആണ് വേർഷൻ വരുന്നത് IR ബ്ലാസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗ്ലോബൽ വേർഷനിൽ NFC കൂടി അവൈലബിൾ ആണ്. സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ Android 11 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് അതുകൂടാതെ തന്നെ അവരുടെ MIUI വേർഷൻ വരുന്നത് 13.0.5 ആണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത് സൗണ്ട് ഒന്ന് നോക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ബാലൻസ്ഡ് അല്ല താഴ്വശത്ത് നിന്നാണ് കൂടുതൽ സൗണ്ട് കേൾക്കുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് അതായത് ലെസ് ദൻ സെക്കൻഡിൽ ഇത് ഓപ്പൺ ആവുന്നു അതുപോലെ തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ പ്രിന്റ് സ്കാനർ റീഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി ഫേസ് ലോക്കിന്റെ കാര്യം എടുത്താൽ
ഫേസ് ലോക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടും ഓപ്പൺ ആവുന്നത് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 33 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഈ ഒരു ബോക്സിനൊപ്പം ലഭിക്കുന്നത്. 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂറാണ്. അപ്പോൾ ഇത്രയും ദിവസം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ നമുക്ക് ഏകദേശം 1 ദിവസം ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുകയും അതല്ല മറിച്ച് ഒരു നോർമൽ യൂസർ ആണെങ്കിൽ ഏകദേശം 1.5 ദിവസത്തോളം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ 30 മിനിറ്റിന് മുകളിൽ ഞാൻ ഈ ഒരു കോൾ ഓഫ് ഡ്യൂട്ടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കളിച്ചിട്ടുണ്ട്. ഗെയിമിംഗ് ടർബോ മോഡ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ ലാഗ് ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടും എനിക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലിക്വിഡ് കൂൾ ടെക്നോളജി 1.0+ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ എനിക്കിതിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലെങ്കിലും ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗെയിം കളിച്ചപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു നോർമൽ ഗെയിമർ ആണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി PUBG പോലുള്ള ഗെയിമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കളിക്കാൻ സാധിക്കുന്നതാണ്. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസ്, 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മാക്രോ ലെൻസ്. ഈ ഒരു 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ വിലയിരുത്തുകയാണെങ്കിൽ ഡേലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ മിക്ക സെനേറിയോസിലും നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മിക്ക സെനേറിയോസും ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളർ ഔട്ട്പുട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ചില സാഹചര്യങ്ങളിൽ മാത്രം അപൂർവമായിട്ട് മാത്രം ചില ഫോട്ടോസ് നമുക്ക് ഒരു ഓവർ എക്സ്പോഷർ എന്നുള്ള രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടും ഇതിൽ ലഭിച്ചിട്ടുണ്ട്. 64 മെഗാപിക്സലിൽ എടുത്തിട്ടുള്ള, അതായത് 64 മെഗാപിക്സൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ എടുത്തിട്ടുള്ള ഫോട്ടോസും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്കിതിൽ നൽകുന്നുണ്ട്. അൾട്രാ വൈഡിൻ്റെ കാര്യം എടുത്താൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. മാക്രോയുടെയും HDRൻ്റെ കാര്യത്തിലാണ് നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് ഇതിൽ കാണുന്നത്. അതിൽ തന്നെ മാക്രോ 2 മെഗാപിക്സൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലുള്ള ഒരു പെർഫോമൻസും അതിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഇനി നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. അതല്ല കംപ്ലീറ്റ് ഡാർക്ക് ആണെങ്കിൽ ഒരു ഓക്കെ ലെവൽ പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. പോക്കോ M4 Pro 4Gയിൽ എടുക്കുന്ന വീഡിയോ ആണ്. ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വീഡിയോ ഫുട്ടേജ് ആയിട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്യുന്നത്. നാച്ചുറൽ കളേഴ്സാണ് എനിക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. സെൽഫി ക്യാമറ വരുന്നത് 16 മെഗാപിക്സലിൽ f2.5 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. സെൽഫിയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡേലൈറ്റ് പെർഫോമൻസിൽ എടുത്തിരിക്കുന്ന മിക്ക ഫോട്ടോസും വളരെ നല്ല രീതിയിലുള്ളൊരു ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റി ആയിട്ടാണ് എനിക്കിതിൽ കാണാൻ കഴിയുന്നത്. എസ്പെഷ്യലി നമ്മൾ പോർട്രേറ്റിൻ്റെ കാര്യം എടുത്താൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പോർട്രേറ്റ് ഫോട്ടോസും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നുണ്ട്. ഡേലൈറ്റിലെ ഫോട്ടോസും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നൈറ്റ് പെർഫോമൻസിൻ്റെ ഒരു കാര്യം എടുക്കുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ HDRൻ്റെ കാര്യം എടുത്താലും നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു HDRും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പോക്കോ M4 Pro 4Gയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് ഒരൊറ്റ മെമ്മറി വേരിയൻ്റ് ആണ് നിലവിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. 8GB + 256GB എന്ന് പറയുന്നത് 999 ഖത്തർ റിയാലാണ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 20,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇന്നത്തെ ഈ ഒരു പോക്കോ M4 Pro 4Gയുടെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ടെക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.